താരിഖ് വാങ്ങിയ ഹ്യുണ്ടായി i20 സൂക്ഷിച്ചിരുന്നത് ഹരിയാനയിലെ അൽഫല സർവകലാശാലയിലാണ്. കൂടുതൽ പോലീസ് സേനകൾ സർവകലാശാലയിൽ എത്തി പരിശോധന നടത്തി. ഭീകര സംഘത്തിലുള്ളവരെ കാണാൻ പുറത്തുനിന്ന് ആരൊക്കെ എത്തിയിട്ടുണ്ട് എന്നും അന്വേഷിക്കുന്നുണ്ട്. അതിനിടെ പിടിയിലായ ഡോക്ടർമാർ സർവകലാശാലയിൽ ജോലി ചെയ്തവരാണ് എന്നും മറ്റു ബന്ധങ്ങളില്ല എന്നും സർവകലാശാല വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കി. ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിൽ ഇപ്പോഴും പരിശോധന അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഹരിയാനയിലെ പോലീസ് ക്രൈംബ്രാഞ്ച് സംഘമാണ് അകത്തേക്ക് പോയി അവിടെ കൂടുതൽ പരിശോധനകൾ നടക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ ഈ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പുൽവാമ ഫരീദാബാദ് ഭീകര സംഘവുമായി ബന്ധപ്പെട്ട് അവരെ കാണാൻ പുറത്തുനിന്ന് ആരൊക്കെ വന്നു എന്നുള്ള കാര്യമാണ്. അതിനുവേണ്ടി സർവകലാശാലയിലെ പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലെയും അതുപോലെ ഹോസ്റ്റലുകളിലെയും ഈ റിസർച്ച് സെൻ്ററിലെയും എല്ലാം വിസിറ്റേഴ്സ് രജിസ്റ്റർ എടുത്തു വെച്ച് അത് വലിയ തോതിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ ഈ പറയുന്ന മുസമിൽ അതുപോലെ ഷഹീൻ, ഇതിനു പുറമെ ഇവരുടെ തലവനെന്ന് കരുതപ്പെടുന്ന ഉമർ ഗുലാം നബി, ഇത്രയും പേരെ കാണാനായിട്ട് ഈ ഫരീദാബാദിലെ സർവകലാശാലയിലേക്ക് ആരൊക്കെ വന്നിരുന്നു എന്നുള്ള കാര്യമൊക്കെ പരിശോധിക്കും. അതിനോടൊപ്പം ഈ ഡൽഹിയിൽ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ആ റെഡ് എക്കോസ്പോർട്ട് കാർ, അതിനെ സംബന്ധിച്ചും ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ ഈ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് ഈ സർവകലാശാല കേന്ദ്രീകരിച്ച് ലഭിക്കുമോ എന്നുള്ള പ്രതീക്ഷ കൂടി അന്വേഷണ സംഘങ്ങൾക്കുണ്ട്. പ്രധാനമായിട്ടും മുസമിലും ഷഹീനും ജമ്മുവിൽ കസ്റ്റഡിയിലാണ്. അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവരിൽ നിന്നും നിരവധി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വലിയ തോതിൽ ഡൽഹിയിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലുമൊക്കെ പരിശോധന ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നവംബർ 29 മുതൽ 2 ആഴ്ചക്കാലം ഇവർ ഒളിവിൽ താമസിച്ച എന്നുള്ള കാര്യം ഇവരുടെ പദ്ധതിക്കായി. അതിനപ്പുറത്തേക്ക് ഇവർ ഇവിടെ ജോലി ചെയ്ത് വന്നവരായിരുന്നു. ഒരാൾ ഒരു ജൂനിയർ ഡോക്ടർ, മറ്റു ഇവർ അധ്യാപകരുമായിട്ട് പ്രവർത്തിച്ചു. മാത്രമല്ല ആ കാർ, സ്ഫോടനത്തിന് ഉപയോഗിച്ച കാറും 2 ആഴ്ചക്കാലം പാർക്ക് ചെയ്ത സ്ഥലം കൂടി ഇവിടെയാണ്. അതിനിടയിലാണ് ഈ സ്ഫോടന വസ്തുക്കളെല്ലാം അതിലേക്ക് കയറ്റുന്നത്. 100-ലധികം ആളുകളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിലൊരു കൺഫേംഡ് കസ്റ്റഡിയാണുള്ളത്. അത് ഈ സർവകലാശാലയ്ക്ക് അകത്തെ ആ പരിസരത്തുള്ള പള്ളിയിലെ ഒരു ഇമാമാണ്, മൗലവി. അയാളെ ഇപ്പോൾ ജമ്മുവിലേക്ക് കൊണ്ടുപോയി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലെല്ലാം തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫരീദാബാദ് വലിയ തോതിൽ ഒരു റഡാറിൽ തന്നെയാണ് അന്വേഷണ ഏജൻസികളുടെ. ഈ സർവകലാശാലയ്ക്ക് ചുറ്റുമുള്ള കടകൾ, വീടുകൾ, അതെല്ലാം കൂടി ഇപ്പോൾ പരിശോധിച്ച് വരികയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ. പുറമെ ഇവിടെ നിന്നും ഒരു 4 കിലോമീറ്റർ മാറി മറ്റൊരിടമുണ്ട്. അവിടെയാണ് മുസമിൽ കഴിഞ്ഞ 2 മാസമായി വാടകയ്ക്കെടുത്ത് ഈ വലിയ തോതിൽ 2600 കിലോയിലധികം അമോണിയം നൈട്രേറ്റും മറ്റ് ആയുധങ്ങളും സൂക്ഷിച്ച ഇടം. അതിന് സമീപത്തെ വീടുകളിലും അന്വേഷണ സംഘം എത്തി പരിശോധന നടത്തുന്നു. CCTV എല്ലാം തന്നെ ശേഖരിക്കുന്നു. അങ്ങനെ ഒരു പഴുതും വിടാതെ കൃത്യമായിട്ടുള്ള എല്ലാ വിവരവും ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശോധനയും അന്വേഷണവും തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫരീദാബാദിലെ അൽ ഫല യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.